നമസ്കാരം, പെൻഡാഡ് മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 0.48%, നാസ്ഡാക്ക് ഏകദേശം 1% അടുത്ത് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലും സമാന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായ. ഡാക്സ് 1%-ലധികം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പക്ഷേ പൊതുവെ ഒരു അൺസർട്ടനിറ്റി, ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഇൻഡെക്സുകൾ പ്രകടമാക്കുന്നില്ല. ഓൺലി നിക്കി മാത്രമാണ് 0.81% അപ്പായിട്ട് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുക. കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം മറ്റ് ഇൻഡെക്സുകളില്ല. ഈ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ലെവൽസാണ് ഇപ്പോൾ ക്രൂഷ്യലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ചർച്ച ചെയ്തിരുന്നു. അത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിൽ അത് 25,480 എന്ന ലെവലുകളെല്ലാം തന്നെ വളരെ ക്രൂഷ്യലായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 25,520 എന്നാണ് അടുത്തൊരു റെസിസ്റ്റൻസ്. സപ്പോർട്ട് ലെവൽസ് 25,340, 25,270 എന്ന ലെവലിലാണ് സപ്പോർട്ടുകൾ. അപ്പോൾ ഇന്ന് മിക്കവാറും ട്രേഡിംഗ് നടക്കുന്ന ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളുടെ ബേസിലായിരിക്കും. FIS കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ FISൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ അവർ 390 കോടി ബൈയിങ് ആയിട്ട് നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ FISൻ്റെ ബൈയിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിന് സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് അദാനി ഗ്രൂപ്പുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹിഡിൽബർഗ് കേസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെബിയുടെ എല്ലാ അലിഗേഷൻസും അതോടൊപ്പം തന്നെ സെബിയുടെ എല്ലാ പ്രൊസീഡിങ്സും അവർ ഡിസ്പോസ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ടോട്ടൽ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ 9.8%-ലേക്ക് ഒരു അപ് ട്രെൻഡ് ഇയർ ഓൺ ഇയർ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 10.8 lakh crores ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇത്തരം പോസിറ്റീവ് ന്യൂസുകൾ നിൽക്കുന്നതിനിടയിലും തീർച്ചയായിട്ടും ടെക്നിക്കൽ ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക. ഇന്ന് ക്രൂഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.